ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഡേ ആണ്, വെഡ്ഡിങ് ഡേ. കകൻ്റെ നിക്കാഹിൻ്റെ ദിവസത്തിൻ്റെ വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പം എല്ലാവരും വെയിറ്റിങ്ങിലാണെന്ന് വിചാരിക്കുന്നു. മോർണിംഗ് തന്നെ എണീറ്റു. പിന്നെ മറ്റേ വീഡിയോയിൽ ഞാൻ എല്ലാം കാണിച്ചിട്ടുണ്ട്. മോർണിംഗ് എണീറ്റും ബേബിക്ക് ഫുഡ് ഉണ്ടാക്കുന്നതും ഒരുങ്ങുന്നതും ഒക്കെ ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുമ്പുള്ള വീഡിയോ കണ്ടു നോക്കുക, കാണാത്തവരുണ്ടെങ്കിൽ. ഓക്കെ, മോർണിംഗിൽ ഇതാക്കണം. കാക്ക ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വെഡ്ഡിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിശന്നിട്ട് ഒരു പഴം എടുത്ത് കഴിക്കാട്ടോ, അതിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അതൊന്നിലും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാക്കണം, അവനൊക്കെ സെറ്റായി, ആളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. വീട് നിറച്ചും ആൾക്കാരാണ് കേട്ടോ. ഇറങ്ങുമ്പോൾ എന്തുവാൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോഴേക്ക് അവരൊക്കെ വന്ന് വലിയവരും വായിച്ചിമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുള്ള് വീട് നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു. വീട്ടിൽ നിന്നല്ലെങ്കിലും കല്യാണവും നിക്കാഹും ഒന്നും വീട്ടിൽ നിന്നല്ലെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു സംഭവം. ഇങ്ങനെ മാറ്റുന്നതും ഒരുങ്ങുന്നതും പോകുന്നതും ഒക്കെ ഒരു ചെടപട കച്ചറായിരുന്നു കേട്ടോ. മൊത്തത്തിൽ കച്ചറ എന്ന് പറഞ്ഞാൽ മീൻസ് തിരക്കായിരുന്നു കേട്ടോ. അടിപൊളി തിരക്കായിരുന്നു. അവിടുന്ന് ബേബിനെയും എല്ലാവരും ഒന്ന് മാറ്റണം, പിന്നെ ഫോട്ടോ എടുക്കണം, ഇറങ്ങണം ഒക്കെ വേണം കേട്ടോ. പിന്നെ ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, മാറ്റുന്നതും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാക്കണം, ഓനെ ഇറങ്ങാനായിട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫുള്ള് വൈറ്റാണ് ഇട്ടത്. ഇതാക്കുന്ന മക്കൾസ് ഫുള്ള് വൈറ്റാണ് കേട്ടോ. മക്കൾസ് പറഞ്ഞാൽ താത്തൻ്റെ മക്കളും എൻ്റെ കുട്ടികളും ഒക്കെ വൈറ്റ് ജുബയാണ് ഇട്ടിട്ടുള്ളത്. ഇതൊക്കെ കസിൻസാണ് കേട്ടോ വരുന്നതൊക്കെ. കസിൻസാണ്, അമ്മോൻ്റെ മക്കൾസ് ഒക്കെയാണ് കേട്ടോ. ഇതാക്കുന്ന കാക്ക ഇറങ്ങുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ എങ്ങനെയൊക്കെ പോയി എവിടെയൊക്കെ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. സംഭവം ഇവിടെ നിന്നൊക്കെ ഞാൻ എപ്പോഴൊക്കെ അതൊക്കെ എടുത്തെന്നുള്ള ശരിക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് ഞാൻ ശരിക്കും ഇത്രയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഞാൻ എപ്പോഴും എടുത്തെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ ഭയങ്കര തിരക്കും ഒക്കെ ആണല്ലോ. ഇതിൻ്റെ വായിച്ചാണ്, എള്ളാപ്പയാണ്, കുറേ കസിൻസാണ്. അതൊക്കെ കസിൻസാണ് കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കണ മുന്നിൽ കൂടെ എന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ബേക്കിൽ കൂടെയാണ് റോഡ് വരുന്നത്. പക്ഷേ മുന്നിൽ കൂടെ എന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അതിലെങ്ങനെ ഇറങ്ങാണ് കേട്ടോ. ആളതാക്കുന്ന ഇറങ്ങുന്നുണ്ട്. പിന്നെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരൊക്കെ കൂടി ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതുപോലെയാണ്. ഇപ്പോൾ ഇതൊക്കെ എപ്പോൾ ഞാൻ എടുത്തതെന്ന് ശരിക്കും എനിക്കറിയില്ല. അതാണ് ഇപ്പോൾ ഫോൺ കൈ കിട്ടിയപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടാവും. അതാണ് ശരി. അങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി കയറി. അവന് മുന്നിൽ വേറെ വണ്ടിയിലാണ് കയറിയത്. ഞാനും ഉമ്മയും താത്തയും ഒക്കെ വേറൊരു വണ്ടിയിലാണ് കയറിയത്. പിന്നെ ബസ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഒരു ബസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ്സിലും ആൾക്കാർ, പക്ഷേ ബസ്സിലൊന്നും അധികം ആൾക്കാരില്ല. എല്ലാവരും വണ്ടിയും കാറും എടുക്കുന്നവരാണല്ലോ. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഇതില്ലായിരുന്നു. പക്ഷേ കുറച്ച് ദൂരമാണ് നമുക്ക് ബ്രൈഡിൻ്റെ വീട്ടിലേക്ക്, നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് കുറച്ച് ദൂരം ഉണ്ട്. അതുകൊണ്ട് ബസ്സിലങ്ങ് പോകുമ്പോൾ പിന്നെ അത്ര സ്ട്രെയിൻ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ബസ്സും കൂടി ഏൽപ്പിച്ച്, പിന്നെ വരേണ്ടവർക്കൊക്കെ വരാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടും ബസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാക്കണം, ഞങ്ങൾ പോകുന്നതിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അനിയത്തിക്ക് ബസ് കയറണമെന്ന് പറഞ്ഞിട്ട് അനിയത്തി ബസ് കയറിയിട്ട് ആ ബസ്സിലാണല്ലോ കുറച്ചുകൂടി ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ബസ് കയറിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാക്കുന്ന കാറിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. കാക്കൻ്റെ കൂടെ തന്നെയാണ്. അമ്മയും താത്തയും ബേക്കിലുണ്ട്, മോനുണ്ട് കയ്യിൽ, ബേബീൻ്റെ എൻ്റെ കയ്യിൽ. ഒക്കെ സെറ്റാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. കാക്ക വേറെ വണ്ടിയിലായിരുന്നു കേട്ടോ. ഇതൊക്കെ താത്തനെ മോനെടുത്തതാണ്. മോനും ആ വണ്ടി തന്നെയായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം അവനെടുത്തതാണ്. പക്ഷെ അവന് എടുത്തത് റീലിൻ്റെ വീഡിയോസില്ലേ, യൂട്യൂബിൽ നമ്മൾ പറയില്ലേ ഫോണൊന്ന് ചെരിച്ചിട്ട് എടുക്കണം, അവൻ നേരെയാണ് എടുത്തത്. അതുകൊണ്ട് ആ വീഡിയോസാണ്, അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. ക്ലാരിറ്റി ഞാൻ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് ആക്കിയത് കൊണ്ട് കുറച്ചൊരു കട്ടിങ് വരും. ഒരു കട്ടിങ് ആകുമ്പോൾ ഫുൾ വീഡിയോ ആയിട്ട് വരില്ല. മീൻസ് ഫുള്ള് എന്താ പറയുക, ഫുള്ളായിട്ട് വീഡിയോ കിട്ടില്ല. അതിൻ്റെ പകുതിയായിട്ടാണ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ
കിട്ടേണ്ട വീഡിയോ വന്നപ്പോൾ ഞാൻ അങ്ങനെ ഷോർട്ടാക്കുമ്പം കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും കേട്ടോ. അത്രേ ഉള്ളൂ, ഒന്ന് ക്ഷമിക്കട്ടെ. അപ്പം ഞാനെടുത്ത വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസാണ്, അതുകൊണ്ട് നോക്കട്ടെ. അപ്പം ഞങ്ങൾ ആ പോണ വഴിക്കിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. ജ്വല്ലറി ഓപ്പണിംഗ് ആണോ എന്താണെന്ന് കറക്റ്റ് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. എവിടെ സെലിം കൊടുത്തൂറോ ഷാഫിയോ ആരോ ഒന്ന് വരുന്നുണ്ടായിരുന്നു ശരിക്കും കേട്ടോ. സിംഗറാണ് എന്തായാലും, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ മൈൻഡിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ ഇവിടെ ഞങ്ങളുടെ ഹാളിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ അവരുടെ ഹാള്. അടിപൊളിയായിരുന്നു സംഭവം. അവരുടെ വീട്ടിൽ നിന്നും ഹാളിൽ നിന്നായിട്ട് കല്യാണം. നമ്മളും ഹാളിൽ നിന്നാണ്. അഞ്ചുമ എന്നായിരുന്നു കേട്ടോ അത് ആ ഹാളിൻ്റെ പേര്. നല്ല അടിപൊളി ഒരു പിന്നെ ഹാൾ തന്നെ കേട്ടോ. മണ്ഡപം അടിപൊളിയാണ്, AC ഒക്കെ ഉള്ള നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു പച്ചപ്പ്, എന്തായാലും പ്രകൃതിയോട് ഇണങ്ങിയ സ്ഥലം എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് കേട്ടോ. ഫുള്ള് പച്ചപ്പൊക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. എന്തോ ഒരു പച്ചപ്പിൻ്റെ ഒരു സംഭവം ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതിൽ ഹാളിൻ്റെ മുകളിലൊക്കെ ഒരു പച്ചപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഇതാക്കണം ഇക്കാക്കി വന്നിട്ടുണ്ട്. അവന് ഇറങ്ങാനുള്ള ഇതാണ് കേട്ടോ. അവൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫർ ഇറങ്ങുന്നതിൻ്റെയും നിൽക്കുന്നതും ഒക്കെ ഇരിക്കുന്നു. ഓക്കെ തിരിച്ചും മറിച്ചും ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് ആൾക്കാർ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, അവിടുന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. മാറി മാറി എടുക്കുന്നുണ്ട്. പിന്നെ ടൈമിംഗ് ആണ് നമ്മൾ പരിധിയിൽ ഒതുങ്ങാത്തത്. കാരണം നമുക്ക് ഇവിടുന്ന് നിക്കാഹ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഫുഡ് കഴിച്ച് എന്നിട്ട് വേണം കുട്ടീനെ മാറ്റിച്ചിട്ട് വേണം നമുക്ക് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. വീട്ടിൽ കയറ്റിയിട്ട് വേണം നമുക്ക് ഹാളിൽ കയറ്റാൻ. അപ്പോൾ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾക്ക് ഇങ്ങനെ പിടിച്ചു വെച്ചാലും സമയം നമുക്ക് കിട്ടത്തില്ലല്ലോ. അങ്ങനെ കണ്ടോ ഓരോന്നും ഫാസ്റ്റ് ഓരോന്നും ചെയ്തു കൊടുക്കണം, എന്നിട്ടും സമയമില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ശരിക്കും. അങ്ങനെ ഇതാക്കുന്ന അവൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഹാളിലൊക്കെ കയറാനായിട്ട് നിൽക്കുകയാണ്. അവരെ വെൽക്കം ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു, കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഇതാക്കുന്ന ഞങ്ങൾ കയറി. എവിടുന്നൊക്കെ കാണും ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. എവിടുന്നൊക്കെ പറയാൻ കേട്ടില്ല, കാരണം നമ്മളെപ്പോഴാണ് ഫോൺ കൈ കിട്ടുന്നത് അപ്പം ഞാൻ എങ്ങനെയൊക്കെ എടുക്കുകയാണ്. പിന്നെ നമ്മളൊക്കെ മുന്നിലായിട്ട് നിൽക്കേണ്ടവരാണല്ലോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് നിൽക്കാനോ നമുക്ക് എന്തായാലും കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എവിടുന്നൊക്കെ വീഡിയോ എന്തായാലും കുറേയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടൊക്കെ. എപ്പോഴും എടുത്തെന്ന് ശരിക്കും കറക്റ്റ് അറിയില്ല, അത്രയ്ക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ആ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെയും എടുത്തിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റേജിലൊക്കെ കയറിയിട്ടുണ്ട്. നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിക്കാഹിനുള്ള തയ്യാറെടുപ്പാണ്. ഇതൊക്കെ കസിൻസാണ് കേട്ടോ. കസിൻസ് ഉമ്മാൻ്റെ കസിൻസാണ്. അമ്മമാരും മക്കളും മരുമക്കളും ഒക്കെയാണ് കേട്ടോ. വൃത്തിക്ക് കാണാൻ സോളൊക്കെ കുത്തി പോകുന്നത് കട പിടിക്കണമെങ്കിൽ എന്തെങ്കിലും സാരി എൻ്റെ മോനെ പിടിക്കാനുണ്ട്. ولا تموتن إلا وأنتم مسلمون واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ألا وإن الله سبحانه وتعالى أمرنا بالنكاح ونهانا عن الشفاعة فقال مخبرا وآمرا وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله والله واسع عليم. قال رسول الله صلى الله عليه وسلم أيها الشباب من استطاع منكم الباءة فليتزوج فإنه أغض للبصر وأحسن للفرج ومن لم يستطع فعليه بالصوم فإنه له وجاء. وقال أيضا تمدح المرأة بأربع خصال لمالها ولجمالها ولحسبها ولدينها واظفر بذات الدين تربت يداك. وقال أيضا من تزوج بامرأة ഓരോ വരികളൊക്കെ ഓരോള്ളൂ. അപ്പം أقول قولي هذا وأستغفر الله العظيم لي ولكم وأستغفر لي وعنكم وعن جميع المسلمين والمؤمنين فاستغفروه إنه هو الغفور الرحيم.
صلوا وسلموا على النبي اللهم صل على سيدنا ഏകദേശം എല്ലാവരും നബിയൊന്ന് നാട്ടമാകുന്ന അതിനെ മാറ്റിക്കാനുള്ള ഡ്രസ്സുകളെ പഴയ കാണുമ്പോൾ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതൊരു വാപ്പാൻ്റെ നെഞ്ചൊന്ന് പിടയുന്ന ഒരു സമയമുണ്ടല്ലോ, അത് ഇതാണ് കേട്ടോ. അവർ അത്രയും കാലം പോറ്റി വളർത്തിയ മോളെ വേറൊരാളെ കൈ പിടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും വാപ്പാൻ്റെ കണ്ണിന്ന് ഒരു തുള്ളി കണ്ണീര് വരാത്ത ഒരു മനുഷ്യരുണ്ടാവില്ല ഈ സമയത്ത് കേട്ടോ. എന്തായാലും അൽഹംദുലില്ലാ റാഹത്താവട്ടെ ഇവരുടെ മുന്നോട്ടുള്ള ജീവിതം, രണ്ടുപേരുടെയും സന്തോഷത്തോടെ മുന്നോട്ട് അടിപൊളിയായിട്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അങ്ങനെ സന്തോഷത്തോടെ തന്നെ അവരുടെ ജീവിതകാലം മുഴുവൻ അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഇതൊക്കെയാണ് നിക്കാഹ് കേട്ടോ. നിക്കാഹ് ഞാൻ രണ്ടാമത്തെ തവണ ശരിക്കും നിക്കാഹ് നേരിട്ട് കാണുന്നത്. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അച്ചാപ്പൻ്റെ മോളെ നിക്കാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലാണ് ഞാൻ ഫസ്റ്റ് നിക്കാഹ് കാണുന്നത്. നിക്കാഹ് നമ്മൾ കാണില്ല, നിക്കാഹ് അന്നെങ്കിൽ നിക്കാഹ് കഴിഞ്ഞിട്ടാണ് അവിടെ എത്തൽ, ഒന്നെങ്കിൽ നിക്കാഹിന് പോവല്ല. അങ്ങനെ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവില്ല. ഇപ്പം നിക്കാഹിൻ്റെ നിക്കാഹ് കണ്ടു അൽഹംദുലില്ലാ. പിന്നെന്താ പറയാനുള്ളത്, ഞാൻ ഈ സമയത്ത് ഇങ്ങനെ വെറുതെ ചുമ്മാ ആലോചിച്ച് പോയിട്ട് ഈ ഫോട്ടോഗ്രാഫർ ഒരു ബുദ്ധിമുട്ട്. നമ്മൾ അവരെന്ത് കുറ്റം പറഞ്ഞാലും അവരിതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും ശ്രദ്ധിക്കാതെ അവരുടെ ജോലി അവർ ചെയ്യാല്ലേ. ശരിക്കും എല്ലാവരും ഒന്ന് സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് പോലും അവർക്ക് ഓട്ടത്തോട് ഓട്ടയാണ്. കാരണം അവർക്ക് ആ ഫോട്ടോസൊക്കെ എടുക്കണ്ടേ. അപ്പം അതിനുള്ള ഓട്ടത്തിലാണ് ശരിക്കും അവരൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ അവരുടെ ജോലി അവർ ചെയ്തത്. ശരിക്കും അവരുടെ ജോലിയാണ്, എന്നാൽ പോലും അവർക്ക് ഓരോ പോസും അവർക്ക് വാല്യുബിൾ ആണല്ലോ. അപ്പോൾ അതൊക്കെ അവർക്ക് എടുത്തേ പറ്റുമല്ലോ. അപ്പം അതിനനുസരിച്ച് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ഓരോ മൊമെൻറ്റും മിസ്സാവുന്നതുമാണല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതാക്കണം. അവർ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫൈനലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപമൊന്നും എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിക്കാത്തത്. കാരണം അതിനെപ്പറ്റി നല്ല ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലോണം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ എന്താക്കണം, ബ്രൈഡിനെ അല്ലെങ്കിൽ നാത്തൂനെ കണ്ടിട്ടില്ല. നിക്കാഹ് കഴിഞ്ഞില്ല, ഇപ്പം നാത്തൂൻ തന്നെ ആയല്ലോ. ഞാൻ നാത്തൂനെ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ബേബിക്ക് പാലൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലും അങ്ങനെയൊക്കെ കുറച്ചായിപ്പോയി. പിന്നെ ബേബിനെ കണ്ടിട്ടില്ലായിരുന്നു, ബേബിനെ കണ്ടിട്ടില്ലായിരുന്നു, നാത്തൂനെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ അവളെ പോയി കണ്ടു. അവൾ അതിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ. നിക്കാന്ന് എടുക്കുമ്പം പുറത്തേക്ക് വന്നിട്ടില്ലായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹാൾ ഡ്രസ്സിങ് റൂം ഉണ്ടാവുമല്ലോ, അപ്പം അവിടെ ആയിരുന്നു കേട്ടോ അവൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയി കണ്ടു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിക്കാഹ് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴോട്ട് പോകുന്നു കേട്ടോ. താഴത്തായിരുന്നു ഫുഡിൻ്റെ ഏരിയ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കണം. 11-12 മണി ആയിട്ടുള്ള സമയത്ത്. പക്ഷെ നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അവിടുന്ന് ആൾക്കാർ അവരുടെ കസിൻസൊക്കെ വരുമല്ലോ, അവർക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ കഴിച്ചിട്ട് വേണം അവർക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മളാദ്യം തന്നെ പോയി ഫുഡ് കഴിച്ച്. ഫുഡൊന്നും വേണ്ട ശരിക്കും, വെറുതെ ചുമ്മാ കഴിച്ചെന്നേ ഉള്ളൂ. അത്രയ്ക്ക് തിരക്കും കാര്യവും പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളതും ഒക്കെ മനസ്സിലുണ്ടാകുമ്പോൾ നമുക്ക് ശരിക്കും ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങത്തില്ലല്ലോ. എന്നാലും പോയി ഫുഡൊക്കെ കഴിച്ചു വന്ന് റിട്ടേൺ വന്നതൊക്കെ നമ്മളെ വീട്ടിലുള്ളവരാണ് കേട്ടോ, നമ്മളെ കസിൻസാണ്. അവരതും ഉണ്ട് നമ്മളതും ഉണ്ട്, കൂടുതലും നമ്മളതുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവർക്ക് പോകണം. ഞങ്ങൾ ഇവിടെ തന്നെ ഹാളിൽ തന്നെ നിൽക്കും, കാരണം ഞങ്ങൾക്ക് അവളെ ഡ്രസ്സ് ചെയ്യാനുണ്ട്. ഞങ്ങൾക്ക് ഒരേ ഒരു ആങ്ങളല്ല ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സ് ചെയ്തിട്ടും ഒക്കെ പോകാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു അങ്ങനെ ആക്കിയത്. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, പിന്നെ അവളൊരു ഡ്രസ്സ് തന്നെ രാവിലെ തൊട്ട് നമ്മൾ തലേന്ന് ഇപ്പൊക്കെ ഫുൾ സെറ്റാണല്ലോ, തലേന്ന് ഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്തിട്ട് പിറ്റേന്ന് അവൾ അത് തന്നെ ഡ്രസ്സ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഇരിക്കല്. അപ്പം ആ ഡ്രസ്സ് തന്നെ നമ്മൾ ഇട്ടിട്ട് രാവിലെ തന്നെ അവൾ ആ ഡ്രസ്സിലിട്ടിട്ട് വീട്ടിൽ വന്ന് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന്. പിന്നെ ഞങ്ങൾക്ക് ഹാളിൽ കല്യാണമുണ്ട്, ഹാളിൽ ആണല്ലോ ഞങ്ങളുടെ കല്യാണം ഈ രാത്രി. അപ്പം ആ സമയം വരെ ഒരേ ഡ്രസ്സിൽ തന്നെ അവൾക്ക് നിൽക്കാൻ എന്തായാലും കഴിയൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ഡ്രസ്സ് നമ്മളെ ഡ്രസ്സ് കൊണ്ടുപോയി ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ.
അപ്പോൾ അത് വേണം അതിനായിട്ട് ഞങ്ങൾക്ക് നിൽക്കണം. ഞങ്ങൾ പെങ്ങന്മാർ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കസിൻസൊക്കെ തിരിച്ച് റിട്ടേൺ ബസ്സിൽ പോവുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഫംഗ്ഷനും അവളെ ഇറക്കി തരലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരിട്ട് വീട്ടിൽ പോയി കയറ്റിയിട്ട് വേണം ഹാളിലേക്ക് പോകാനായിട്ട്. അപ്പോഴേക്കും കസിൻസൊക്കെ അവിടേക്ക് വരും എന്നാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതാക്കുന്ന ബ്രൈഡ് വരുന്നുണ്ട്. ഇനിയിപ്പം മഹറകെട്ടലും ഒക്കെ ഉണ്ടാവുമല്ലോ, ബ്രൈഡ് ആൾ വരുന്നുണ്ട്. സോങ് ഞാൻ കോപ്പിറൈറ്റ് ഇല്ലെങ്കിൽ അതിൽ കൊടുക്കാം കേട്ടോ. ബ്രൈഡ് അല്ലെങ്കിൽ നാത്തൂനെ കയറി വരുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ തിമിർത്തെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ, കാരണം ഓരോ സെക്ഷനും ഫോട്ടോസ് വേണമല്ലോ. അങ്ങനെ അവൾ കുറേ കഴിഞ്ഞാണ് ശരിക്കും സ്റ്റേജിലേക്ക് ഒന്ന് കയറി കേട്ടോ. നമ്മൾ ശരിക്കും വീഡിയോസൊക്കെ അല്ലാണ്ട് ഇൻസ്റ്റയിലായിട്ടും റീലൊക്കെ ആയിട്ട് നമ്മൾ കാണില്ലേ, ശരിക്കും അടിപൊളിയല്ലേ. എല്ലാം കൂടി ഒന്നാക്കി ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വിടുമ്പോൾ ഇത് ശരിക്കും ഒരു 20 മിനിറ്റ് എങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും അവൾ അവിടെ നിന്ന് ഒന്നും കൂടെ നടന്ന് വരാനായിട്ട് കേട്ടോ. കാരണം അത്രയും സമയം എടുത്തിട്ടുണ്ട്. ഓരോന്ന് വീഡിയോസ് നടക്കുന്നത്, ചിരിക്കുന്നത്, നിൽക്കുന്നത്, കൈ കൊടുക്കുന്നത്, കൈ കൊണ്ട് കാണിക്കുന്നത്, അങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓൻ്റെതാണെങ്കിലും അവളുടേതാണെങ്കിലും ഒക്കെ എടുത്തിട്ട് അവൾ ഇവിടെ നിന്ന് എത്തിയപ്പോൾ കുറേ സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാക്കുന്ന ഇനി അത് ആ നെറ്റ് മുഖത്തുള്ള നെറ്റ് കഴിക്കുമ്പോൾ പല രീതിക്ക് അവർക്ക് എടുക്കാനുണ്ടാവും. ഞങ്ങളിത് കൂടെ കണ്ടിട്ട് ഭ്രാന്തായി നിൽക്കാം കേട്ടോ. കാരണം സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം റീൽസിനായിട്ട് നമ്മൾ പോകും ശരിക്കും. പക്ഷേങ്കിൽ ഇവരുടെ വീഡിയോസ് എടുത്തു കഴിയാൻ കുറച്ചൊന്നല്ല കേട്ടോ, നല്ല ടൈം എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഇതാക്കണം. അതൊക്കെ കഴിഞ്ഞ് ഇനി ഫോട്ടോസ് എടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഫാമിലീസൊക്കെ ഫോട്ടോസൊക്കെ എടുക്കണം. പിന്നെ മഹറ കിട്ടുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഫോട്ടോസ് ആണ് ഉള്ളത്, വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെല്ലാം കൂടി ഫോട്ടോ എടുക്കുന്നതല്ല. പിന്നെ ഞങ്ങൾ ഇതാക്കണം അവളെ മാറ്റിക്കുന്നത്. ഇതൊക്കെ പെട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ, മാറ്റിക്കുന്നത് ഇതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഫോണും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായില്ല, ബേബി ഉണ്ടായിരുന്നു. പിന്നെ അവളെ മാറ്റിക്കാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്കൽ ഒരു വീട്ടിൽ കയറി. ഫോട്ടോഗ്രാഫർ അറിയുന്ന വീടിനാണ് കേട്ടോ. അവർ ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്നൊരു വീടാണ്. അപ്പോൾ നമ്മൾ വരുന്ന വൈക്കലായിരുന്നു ആ വീട് വരുന്നത്. അപ്പോൾ അവിടെ കയറി അവരുടെ രണ്ടാളും കുറേ ഫോട്ടോസ് എടുത്ത് ഞങ്ങളതും എടുത്തിട്ടോ. ഞങ്ങളും കൂടെ നിന്നിട്ടുള്ള ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പുറത്തുനിന്നുള്ള ഫോട്ടോസൊക്കെ എന്തായാലും വേണമല്ലോ. പിന്നെ ഞങ്ങൾ ഇതാക്കുന്ന ഞങ്ങളെ കാറിൽ ശരിക്കും മൂത്താപ്പൻ്റെ മോള് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ അതിനെ അവരുടെ വീട്ടിലോട്ട് ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴേക്ക് നമ്മൾ ലേറ്റായി പോയിട്ടോ. അപ്പോൾ ഓളും മുന്നിൽ പോയി കുറേ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ടോ. വീട്ടിൽ കയറ്റാൻ വേണ്ടിയിട്ട്, വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ കയറ്റാൻ വീട്ടിലേക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ വീട്ടിൽ കയറ്റാൻ വേണ്ടി പെങ്ങന്മാർ ശരിക്കും ഞങ്ങൾ രണ്ടാളും ഈ കാറിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി അടുത്താനായിട്ട്. അപ്പോൾ ഞങ്ങൾ വിളിച്ച് പറഞ്ഞ് കയറ്റിക്കോളി, ഞങ്ങൾ അടുത്താൻ ലേറ്റാവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറ്റി അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇതിലേ ഉള്ളത്. ഇനി അടുത്ത ഹാളും അടുത്ത പരിപാടികളും ഒക്കെ നെക്സ്റ്റ് വീഡിയോ വേറെ വിടാം. കൂടുതൽ ലെങ്തി ആയിട്ട് പോകും ഈ വീഡിയോ, അതുകൊണ്ടാണ് കേട്ടോ വേറെ വീഡിയോ ആക്കിയിട്ട് ചെയ്യുന്നത്. പിന്നെ കുളിച്ച് സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.